അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തെന്ന് ചോദിച്ചാൽ പുതിയൊരു സ്കൂൾ വർഷം തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച വാർത്തയുടെ കൂടി സമയമാണിതല്ലേ. അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ വേദന അത് കേരളം കാണേണ്ടതാണ്. പൊതുവിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾ അവർ വലിയ സങ്കടത്തിലാണ്. കഴിഞ്ഞ അധ്യയന വർഷക്കാലത്തെ കുടിശ്ശിക ശമ്പളവും അവധിക്കാല അലവൻസും ഇപ്പോഴും കുടിശ്ശികയാണ്. തുച്ഛമായ ദിവസ ശമ്പളമില്ലാതെ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളുമില്ല. അതുതന്നെ സമരം ചെയ്താലേ കിട്ടൂ എന്നാണ് പാചക തൊഴിലാളികൾ പറയുന്നത്. കാണാം ന്യൂസ് മലയാളം. നമുക്ക് എന്തായാലും കൂലി ഏറ്റി തന്നെ പറ്റൂ. പാചക തൊഴിലാളി അത്രയും കഷ്ടപ്പെട്ടവരാണും കൂടെ സർക്കാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ട് എത്രയോ വട്ടം നിവേദനം കൊടുത്തതാണ്. ആ നിവേദനം ഒരു വായിക്കുന്നുണ്ടോ തരുന്നുണ്ടോ ഇതുവരെ ഒരു മറുപടി പോലും ഓരോ ഭാഗത്തുനിന്നുണ്ടായില്ല. 65 വയസ്സായി പോയിക്കോളാൻ പറയും. അത് പോകുമ്പോൾ ഒരു അനുകൂല്യം ഇല്ലാതെ നമ്മളൊരു വീട്ടുപണിക്ക് പോയിക്കാൻ ചോല എന്തെങ്കിലും ഒന്ന് തരും, അതുപോലും ഇല്ലാതെ നമ്മൾ ഇറങ്ങി പോവുകയാണ്. കഴിഞ്ഞുപോയ സ്കൂൾ വർഷത്തിലെ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ വേതന ബാക്കി 1000 രൂപ വീതം 2000 രൂപ കിട്ടാൻ ബാക്കിയുണ്ട്. സ്കൂൾ വേനലവധിക്ക് പൂട്ടി ജോലിയില്ലാതാകുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ താൽക്കാലിക ആശ്വാസമായി 2000 രൂപ അവധിക്കാല അലവൻസ് കിട്ടിയിരുന്നതാണ്. ഇത്തവണ അതും മുടങ്ങി. കഴിഞ്ഞ 2 മാസമായി 1 രൂപ വരുമാനമില്ലാതെ ജീവിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണം വിളമ്പുന്ന ഈ തൊഴിലാളികൾ. പൊതുവെ എല്ലാ മാസവും 1000 രൂപ പിടിച്ച് വെച്ചിട്ട് 2 മാസം കഴിയുമ്പോഴാണ് അവർ തരാറ്. ഇപ്പോൾ 2 മാസത്തിൽ 1000 വേനലവധിൻ്റെ ഏപ്രിലും മെയിലും 2000 രൂപ വെച്ചാണ് തരാറ്. അത് ജൂണോ ജൂലൈ ആയിട്ടായിരിക്കും സാധാരണ കിട്ടാറ്. ഇനി എങ്ങനെയാണെന്നുള്ള അറിയില്ല. അപ്പം നമ്മൾ സമരം ചെയ്തതിന് ആദ്യമായിട്ടാണ് ഈ 2 മാസം പൈസ ഒന്നിച്ച് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു മാസം ജൂണിൽ പണിയെടുത്താൽ ആഗസ്റ്റ് ഓണം കഴിഞ്ഞാൽ പോലും ജൂണത്തെ പൈസ കിട്ടാറില്ല. 500 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരു പാചക തൊഴിലാളിയെ വയ്ക്കാമെന്നാണ് സർക്കാരിന്റെ കണക്ക്. 600 രൂപ മാത്രമാണ് പ്രതിദിന വേതനം. പക്ഷേ 500 കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ഒറ്റയ്ക്കാകില്ല. ഒരു സഹായിയുടെ ആവശ്യം വേണ്ടിവരും. അതിനുള്ള തുക സർക്കാരോ സ്കൂളോ ഏറ്റെടുക്കില്ല. അതും പാചക തൊഴിലാളിയുടെ ഉത്തരവാദിത്തമാകും. അതോടെ കിട്ടുന്ന 600 രൂപ കൂലി 300 കുറയും. ഇങ്ങനെ കിട്ടുന്ന പണത്തിൽ നിന്നാണ് ഇപ്പോൾ 4000 രൂപ കുടിശ്ശികയായത്. ഇവർ എന്തു ചെയ്യും? ഈ 600 രൂപ ഒപ്പരം പച്ചക്കറി മുറിക്കാൻ വരുന്ന ആക്കും കൊടുത്തിട്ടാണ് പകുതിയും ആക്കിയാണ് ഈ തൊഴിലാളികൾ 300 രൂപയാക്കി വീതിച്ചെടുക്കാറ്. അത് ഈ സർക്കാർ കൈമെന്ന് കിട്ടുമ്പോഴത്തേന് തൊഴിലാളികൾക്ക് ഒരാളെ കിട്ടണമെങ്കിൽ എവിടെന്നെങ്കിലും ഒപ്പിച്ചത് കൊടുക്കാറാണ് സാധാരണ. അപ്പോൾ ഇവർ നമ്മൾ എത്ര സമരം ചെയ്തിട്ടും ഞങ്ങൾ ഇങ്ങനത്തെ തൊഴിലാളി ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. സ്കൂൾ ഭക്ഷണ ഫണ്ടിൽ 40% കേന്ദ്ര വിഹിതവും 60% സംസ്ഥാന വിഹിതവുമാണ്. കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്ന പേരിലാണ് ഫെബ്രുവരി മാർച്ച് മാസത്തെ ശമ്പളത്തിൽ നിന്ന് 1000 രൂപ വീതം കുറച്ചത്. എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് കേരളവും സംസ്ഥാനം കൃത്യമായി കണക്കുകൾ കൈമാറുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുന്നു. ഇതിനിടയിൽ ഈ പാവം തൊഴിലാളികളുടെ ജീവിതം വഴിമുട്ടുന്നു. 250 കുട്ടികൾക്ക് ഒരാൾ എന്നുള്ള നിലക്ക് ഉമ്മൻചാണ്ടി സർക്കാർ ആക്കിയിരുന്നു. അത് ഇവർ വന്നതിൻ്റെ ശേഷം ഇവർ അത് തട്ടിമറിച്ച് 500 കുട്ടികൾക്ക് ഒരാളാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ജോലി തന്നെ ഉണ്ടാവും. ഈ ജോലിൻ്റെ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് ഒരു തൊഴിലുറപ്പിനോ ഒരു വീട്ടുപണിക്കോ വേറെ എന്തൊരു കൂലിപ്പണിക്കോ ഒരു ദിവസവും പോകാൻ പറ്റൂല. ഓരോ 6 മാസം കൂടുമ്പോഴും മെഡിക്കൽ പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിനും ചെലവുണ്ട് 2000 രൂപ. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് കേരളത്തിൽ 13766 തൊഴിലാളികളുണ്ട്. 30 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ മിക്ക പാചക തൊഴിലാളികളും. ഇതിൽ 99% പേരും സ്ത്രീകൾ. കൂട്ടത്തിൽ 60 വയസ്സ് പിന്നിട്ടവർ വരെയുണ്ട്. പക്ഷേ വിരമിക്കൽ ആനുകൂല്യങ്ങളൊന്നും ഇവർക്കില്ല. 2017 LDF സർക്കാർ സ്കൂൾ പാചക തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യം പരിഗണിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അത് കടലാസിലൊതുങ്ങി. PF, ESI ആനുകൂല്യങ്ങളൊന്നും ഇതുവരെയും നടപ്പായതുമില്ല. തൽക്കാലം കുടിശ്ശിക ശമ്പളമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്നാണ് ഇവരുടെ ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരസ്പര തർക്കത്തിനിടയിൽ വഴിമുട്ടിപ്പോകുന്നത് കേരളത്തിലെ 10000 വരുന്ന പാചക തൊഴിലാളികളുടെ ജീവിതമാണ്. മാസം തോറും സമരം ചെയ്താൽ മാത്രമേ ശമ്പളം കിട്ടൂ എന്ന അവസ്ഥയിലാണിവർ. അന്നം കൊടുക്കുന്നവരുടെ അന്നം മുട്ടിക്കുന്ന ഈ അവസ്ഥയ്ക്ക് ഇനി എന്ത് പരിഹാരമാകുമെന്നാണ് ഇവരുടെ ചോദ്യവും. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ MN നിതീഷിനൊപ്പം രമ്യ ദാസ്, ന്യൂസ് മലയാളം.